ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കിന്ന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. കുറച്ച് അത് ശരിയാക്കി, ഇത് ശരിയാക്കി. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് കണ്ട് എന്നെക്കുറിച്ച് അതിൻ്റെ അഭിപ്രായം, അതായത് എന്തൊക്കെ തെറ്റുണ്ട്, എന്തൊക്കെ നല്ലതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാലോ, ആദ്യമായിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ ഒരുപാട് തെറ്റുകളും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ആ വീഡിയോസ് കണ്ടിട്ട് അവർ പറയുന്നത് തരുമ്പോൾ നമുക്കൊരു നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ഇന്നലെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് ഞാൻ ആദ്യമായിട്ട് തന്നെ പറയാം, കാരണം എൻ്റെ സന്തോഷം ഫസ്റ്റ് തന്നെ എനിക്ക് പറയണമല്ലോ. അപ്പം എന്താ പറയേണ്ടത്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ പാലക്കാടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാണ്. ഇത് എന്താ പറയുക, നല്ല കാറ്റാണ്. ഞാൻ കാണിച്ചു തരാം. ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവിടെ നല്ല കാറ്റ് വരുന്നുണ്ട്. പക്ഷെ നല്ല സുഖമാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരമൊക്കെ നല്ല സുഖമാണ്. പുറത്തിറങ്ങിയാൽ ഒരു ചൂടും ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇവിടെ ഇരുന്നാൽ മതി. ഫാനും വേണ്ട, എ സിയും വേണ്ട. ഇവിടെ പുറത്തിരുന്നാൽ തന്നെ നല്ല സുഖമാണ്. ഞാനിപ്പോൾ മാരേജിന് മുന്നേ പാലക്കാട് വരുന്നത് പഴനിയിലോട്ടാണ്. എല്ലാവരും പഴനിയിലോട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? ഞാനും വരാറുണ്ട്, അച്ഛൻ്റെ അമ്മയും കൂടെ ഞാനും വരാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇത്രയും നല്ലൊരു കാറ്റ് ഉണ്ടാവാറ്. കാരണം പഴനിയിലോട്ട് നമ്മൾ അതായത് പടി ചവിട്ടി കയറുമ്പോൾ നല്ല കാറ്റാണ്. അപ്പോൾ നല്ല സുഖമാണ്. അതേ ഒരു കാറ്റാണ് നമ്മളിപ്പോൾ ഈ പാലക്കാട് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷമാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ നല്ലൊരു അന്തരീക്ഷമാണ് വരുന്നത്. പക്ഷെ നീലേശ്വരത്ത് ഇങ്ങനെ കാറ്റില്ല കേട്ടോ. എന്താ പറയുക, നീലേശ്വരം ഒരു കാറ്റുണ്ട്. അത് ഈ ഉച്ച സമയത്തൊക്കെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ അരയാൽ അമ്പലം സൈഡാണ്. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കാറ്റുണ്ട്. പക്ഷെ ഈ ഒരു കാറ്റ് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ശരി, അപ്പം ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് വരാം. വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനിന്ന് മുട്ടക്കറി ആയിട്ടാണ് വന്നത്. അത് എനിക്കറിയാം, എല്ലാവരുടെ വീട്ടിലും മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. പലതരത്തിലായിരിക്കും മുട്ടക്കറി ഉണ്ടാക്കുക. മുട്ട റോസ്റ്റ് ഉണ്ടാക്കും, മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കും, പിന്നെ തേങ്ങ അരച്ചിട്ടുണ്ടാക്കും. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ്. പക്ഷെ ഞാൻ ഇന്ന് വന്നത് പാലക്കാടൻ രീതിയിലായിട്ടോ കാസർഗോഡ് രീതിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഇന്ന് വന്നത് എൻ്റെ രീതിയിലുള്ളൊരു മുട്ടക്കറി ആയിട്ടാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറി ആയിട്ടാണ് ഞാൻ വന്നത്. വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അത് പറയുന്നത് എന്താ പറയുക, നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിൽ ഉണ്ടാവില്ലേ, അതുപോലെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മുട്ടക്കറി എൻ്റെ ഫേവറേറ്റാണ്. അതായത് വെജിറ്റേറിയനെക്കാട്ടും ഞാൻ കൂടുതൽ കഴിക്കുന്ന നോൺ വെജാണ്. ഞാൻ മുട്ടക്കറി ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കും. പക്ഷെ ഇത് ഞാൻ എൻ്റെ രീതിയിലായിട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. പക്ഷേ ഇങ്ങനെ ഈ മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി, ടേസ്റ്റ് ഉണ്ടോ, എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ. എല്ലാ കമൻസും എന്നോട് പറയാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ശരി, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നാടൻ മുട്ടയാണ് മുട്ടക്കറിക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ. ശരി, അത് ഞാൻ വെള്ളത്തിലിട്ട് അതിനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഞാൻ ബാക്കിയുള്ള ഐറ്റംസ്, അതായത് ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട വേവിക്കുമ്പോൾ ലേശം ഉപ്പിടുന്നത് നല്ലതായിരിക്കും. അതോ വേഗം വെന്ത് കിട്ടും. നമുക്ക് നോക്കാം എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് ഇതിൽ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനൊരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്.
2 തക്കാളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ കറിവേപ്പിലയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ പറയാം. അത് ഞാൻ ഒരു പാത്രത്തിൽ ചൂടായിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ പെരുംജീരകമാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. എനിക്ക് പെരുംജീരകമാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പെരുംജീരകമാണ് അതിലേക്ക് ഇടുന്നത്. അതിൻ്റെ ആ ടേസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ എന്നിട്ട് പിന്നെ ഞാനത് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇടുന്നുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് വഴറ്റുക, നല്ല രീതിയിൽ വഴറ്റുക. സിമ്പിളായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. പിന്നെ ഞാൻ അതിൽ ആ മുറിച്ച് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ടു, നന്നായിട്ട് വഴറ്റുക. ഈ ഉള്ളി നമുക്ക് വേഗം വഴഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ഉപയോഗിക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഇടുന്നത് നല്ലതാണ്. ഉപ്പ് ഇട്ടാൽ നമുക്ക് വേഗം അത് വഴഞ്ഞ് കിട്ടും. അപ്പം ഞാൻ ഉള്ളിയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാൻ പോകുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് വേഗം വഴഞ്ഞ് കിട്ടിയിട്ടാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ശരി, അപ്പം ഞാൻ ഉള്ളിയും നന്നായിട്ട് വഴറ്റുന്നുണ്ട്. എനിക്ക് വഴറ്റാൻ ഭയങ്കര മടിയാണ് ഗൈസ്, പക്ഷേ എന്താ ചെയ്യുക, വഴറ്റലില്ലേ, നല്ലോണം വഴറ്റുന്നുണ്ട്. അതിലേക്ക് ഞാൻ എന്തൊക്കെ പൊടിയാണ് ഉപയോഗിക്കുന്നത്? കുരുമുളക് പൊടിയുണ്ട്, പിന്നെ പറങ്കിപ്പൊടി, അതായത് മുളക് പൊടി. നമ്മൾ പറങ്കിപ്പൊടി പറയും, പക്ഷേ ഇവിടെ മുളക് പൊടി പറയും. പിന്നെ കുരുമുളക് പൊടി. അതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇടാം. നന്നായിട്ട് വഴറ്റുക. പൊടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കുരുമുളക് പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, പിന്നെ മല്ലിപ്പൊടിയും. ഇതൊക്കെ മൂന്നും മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചത്. നന്നായിട്ട് വഴറ്റുക. ഞാനിപ്പോൾ വേഗം കുറച്ച് വഴറ്റി കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അത് അടച്ച് വെക്കും. എന്നാൽ പിന്നെ അടച്ച് വെക്കുമ്പോൾ വേഗത്തിൽ ഇത് കിട്ടും. അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ശരി, അടച്ച് വെച്ച് തുറന്ന് നോക്കുമ്പോൾ ഇതാ ഒന്ന് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ഞാനത് പാക്കറ്റിലാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് മിക്സാക്കിയിട്ട് ഞാൻ ഈ വഴഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വഴറ്റിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് നമുക്ക് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. അതായത് കുറച്ച് നല്ല വേഗത്തിൽ വെന്ത് കിട്ടും. അപ്പം ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് അത് അടച്ച് വെക്കുന്നത്. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് മല്ലിയില, പിന്നെ ഞാൻ വേവിച്ച് വെച്ച മുട്ട അതിലേക്ക് മിക്സാക്കിയിട്ട് ഇടാം. ഞാൻ മഞ്ഞയൊക്കെ പൊട്ടിച്ചിടും ഗൈസ്, കാരണം മഞ്ഞയൊക്കെ അതിൽ ആ കറിയിൽ ഇങ്ങനെ അലിഞ്ഞ് ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മഞ്ഞയൊക്കെ ഞാൻ പൊടിച്ചിട്ടൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതാണ് എനിക്കിഷ്ടം. ചിലർക്ക് ഒരു മുട്ട തന്നെ അതിലേക്ക് ഇടുന്നുണ്ട്, പക്ഷെ ഞാനൊക്കെ പൊട്ടിച്ചിട്ടാണ് ഗൈസ് ഇടാറ്. അതാണ് എനിക്കിഷ്ടം. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് തുറന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ രീതിയിലാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്, കാരണം വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട്. കുറച്ച് ഒരു 5 മിനിറ്റ് തള വന്നിട്ട് നമുക്കത് എടുത്തിട്ട് മാറ്റി വെക്കാം. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ മുട്ടക്കറി?